ഒരു ഫാക്ടറിയിലെ തൊഴിലാളി, ആ തൊഴിലാളികൾ അവരുടേതായ ഒരാവശ്യമുയർത്തി അതുമായി ബന്ധപ്പെട്ട് ഒരു ജാഥ നടത്തുന്നു വിചാരിക്കുക. ഒരു പ്രകോപനവും ഇല്ല. അവർ റോഡ് സൈഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ പോവുകയാണ്. പക്ഷേ ആ കാലത്ത് അത് പാടില്ല. വലിയ നിയമവിരുദ്ധമായ കാര്യം. പോലീസ് ചാടി വീഴുന്നു, ആ ജാഥയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു, തല്ലിപ്പിരിക്കുന്നു, കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ ഈ മണ്ണിൽ സംഭവിച്ചതാണത്. വെറുതെ വന്ന മാറ്റമല്ല ഇന്നുള്ള മാറ്റം. നിങ്ങളതിൽ ഇടപെടേണ്ടതില്ല എന്ന് പോലീസിനോട് EMS ഗവൺമെന്റ് നയത്തിലൂടെ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മാറ്റം വന്നത്. ഇങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് കാര്യങ്ങൾ. അപ്പോ അത് അന്ന് നിലവിലുള്ള വ്യവസ്ഥക്കെതിരായ നീക്കങ്ങളാണ്. ആ വ്യവസ്ഥയുടെ വക്താക്കൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ ഗവൺമെന്റിനെ 2 വർഷം കൊണ്ട് പിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടായത്. പക്ഷേ പിന്നീടും ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നു. ഞാൻ ആ ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല. ആ ഗവൺമെന്റുകൾ മുൻകാലത്ത് ചെയ്ത പ്രവൃത്തികൾ വീണ്ടും തുറന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഇതിനിടയിലെല്ലാം കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു പ്രത്യേകതയിൽ കേരളത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇടയ്ക്കൊരു ഇടതുപക്ഷ ഗവൺമെന്റ് വരിക, പിന്നെ ദീർഘകാലം വലതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുക. ആ വലതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിലോ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, അതെല്ലാം തകർക്കാനുള്ള ശ്രമം നടത്തുക. ഒരിടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നു. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആദ്യത്തെ വർഷങ്ങൾ അല്ലെ ആദ്യത്തെ മാസങ്ങൾ ഈ നേരത്തെ തങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ തകർത്ത് കളഞ്ഞത് അത് എങ്ങനെ പരിഹരിച്ച് പഴയ നില പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. പിന്നെയാണ് പഴയ നിലയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. അപ്പോഴേക്ക് ആ ഗവൺമെന്റ് കാലാവധി കഴിയും. ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 57 ഗവൺമെന്റ് 2 വർഷം, 67 ഗവൺമെന്റിന് 2 വർഷം, പിന്നെ 80 ഗവൺമെന്റിന് 2 വർഷം. ഇതല്ലേ കാലാവധി ഉണ്ടായത്. അതിനുശേഷമാണ് 87 ഒരു കാലാവധി മുഴുവനായി ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടായി. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കൂട്ടർ എന്ന നിലയാണുണ്ടായത്. ഒരു ഭാഗത്ത് ഇടതുപക്ഷമാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം. അപ്പോൾ ഇടവിട്ട് ഗവൺമെന്റ് വരുന്ന ഒരു സംസ്ഥാനം എന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കി 2011 തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വിജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. അത് ഞങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തി. വിജയത്തിന് അടുത്തെത്തി പരാജയപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളം പുതിയൊരു ചരിത്രം കുറിച്ചു. അത് അതേവരെയുള്ള 1957 മുതൽ 2021 വരെയുള്ള ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായതായിരുന്നു.
2021 2016 മുതൽ 21 വരെ അധികാരത്തിലിരുന്ന LDF-ന് തന്നെ തുടർ ഭരണം ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. പാർലമെന്ററി നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രത്യേകത ഇതിനിടക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനിടക്ക് നേരത്തെ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ ശാരീരികമായി വകവരുത്താൻ തയ്യാറായതിൻ്റെ കഥകളാണെന്ന്. എത്രയെത്ര അനുഭവങ്ങൾ, ഏതെല്ലാം തലത്തിലുള്ളവർ. അതില് സഖാവ് അഴീക്കോടൻ തീർത്തും വ്യത്യസ്തനായി നിൽക്കുന്നു. കാരണം അഴീക്കോടൻ കേരളത്തിലെ CPIM-ന്റെ ജീവനാഡിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ്, അന്നത്തെ മുന്നണിയുടെ കൺവീനർ, കേരളത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് CH കണാരൻ, സഖാവ് CH-ഉം അഴീക്കോടനും അഹോരാത്രം പ്രവർത്തിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ബസ്സിൽ കയറി വിവിധ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യം. ആ സഞ്ചാരം കൃത്യമായി മനസ്സിലാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ അഴീക്കോടനെ വകവരുത്താൻ പ്ലാൻ ചെയ്തത്. ഇവിടെ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഒരു പാർട്ടിക്കും ഈ തരത്തിലുള്ള ഒരു നേതാവിനെയും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമാണ് അത്തരമൊരു ദുഃഖകരമായ അനുഭവം ഉണ്ടായത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ, അദ്ദേഹമാണെങ്കിലോ തീർത്തും സൗമ്യൻ, ആരോടും വശ്യമായി മാത്രം പെരുമാറുക, ഏത് ശത്രുപക്ഷത്തുള്ള ആളോടും വളരെ സൗമ്യമായി ശാന്തനായി പ്രതികരിക്കുന്ന അഴീക്കോടൻ. ആ വ്യക്തിഭാവങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ ശാന്തനോ സൗമ്യനോ സൽസ്വഭാവക്കാരനോ പ്രകോപിതനാകാതിരിക്കുന്നയാളോ എന്നതൊന്നും എതിരാളിയുടെ കണ്ണിൽ അതൊരു പ്രത്യേകതയായി വരുന്നില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കണ്ട, ഇതാണ് അവരുടെ നിലപാട്. നിങ്ങൾ ജീവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലപ്പെടണം. എന്തായിരുന്നു ആദ്യം ചെയ്തത്? എങ്ങനെയായിരുന്നു അഴീക്കോടനെ നമ്മുടെ കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്? എല്ലാ അഴിമതിയുടെയും മൂർത്തിമദ്ഭാവം. എന്നിട്ട് അഴിമതിക്കോടൻ എന്ന പേരും, അദ്ദേഹം താമസിക്കുന്ന സൗധം രമ്യഹർമ്മ്യം, അതിനെപ്പറ്റിയുള്ള കഥകൾ, എന്തെല്ലാം എന്തെല്ലാം കള്ളക്കഥകൾ. കണ്ണൂരിൽ ആ കാലത്ത്, ഇപ്പോൾ ഇല്ല കേട്ടോ, ആ കാലത്ത് വലിയൊരു ബസ് കമ്പനി ഉണ്ടായിരുന്നു. പോയ കമ്പനി ആയതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കമ്പനി അഴീക്കോടനായിരുന്നു എന്നായിരുന്നു ഒരു പ്രചരണം.
നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇതുപോലുള്ള കുപ്രചരണങ്ങൾ അതിക്രൂരമായാണ് അഴീക്കോടിന് നേരെ അഴിച്ചുവിട്ടത്. പക്ഷേ അതൊന്നും ആ സമുന്നതനായ നേതാവിനെ ബാധിച്ചില്ല. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ബാഗും തൂക്കിപ്പിടിച്ച് KSRTC ബസ്സിൽ ചാടിക്കയറി എവിടെയാണോ പോകേണ്ടത്, കണ്ണൂരോ കാസർഗോഡോ തൃശ്ശൂരോ എവിടെയാണെങ്കിലും അവിടെ ചെന്നിറങ്ങി തൻ്റെ പ്രവർത്തനം നടത്തി അടുത്ത ബസ്സിൽ തിരിച്ചു പോവുകയായിരുന്നു. മരണം നടന്നു, രക്തസാക്ഷിത്വം നടന്നു. കേരളത്തിന് മനസ്സിലായി രമ്യഹർമ്മ്യമില്ല, മഹാസൗധമില്ല, വാടക വീട്ടിൽ താമസിക്കുന്നു, സ്വന്തം വീടില്ല. ഇതായിരുന്നു